Hi, good evening. Sir, good evening, sir. Good evening, sir. Good evening, sir. Good evening. എല്ലാവർക്കും Good സ്വാഗതം. evening, sir. Good evening, sir. Good evening, sir. ഗുഡ് ഈവനിങ്. മഴയൊക്കെ മാറിയെന്ന് തോന്നല്ലേ ഒരുവിധം? Yes, sir. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. Namaskaram, sir. Thank you, sir. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റോയൽ പാത്ത് ടു സക്സസ് എന്നാണ്. സത്യത്തില് വിജയത്തിലേക്കുള്ള ഒരു രാജകീയ പാത എന്നാണ് നമ്മുടെ ഈ ക്ലാസ്സിന് പേര് ഇട്ടിരിക്കുന്നതെങ്കിലും നമ്മുടെ ഈ സത്യത്തിൽ ഈ ഒരു ക്ലാസ് വരുന്നത് ക്രിസ്റ്റ്യൻ ഡി ലാർസന്റെ ദി പാത്വേ ഓഫ് റോസസ് എന്ന പുസ്തകത്തിലെ 13ാമത്തെ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയാണ്. ആ ചാപ്റ്ററിന്റെ പേര് ദി റോയൽ പാത്ത് ടു വിസ്ഡം എന്നാണ്. ദി റോയൽ പാത്ത് ടു വിസ്ഡം. സത്യത്തിൽ ഈ റോയൽ എന്ന വാക്ക് അത് എടുത്തു പറയാൻ കാര്യം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും ഉയർന്ന അവസ്ഥയായിട്ടാണ് റോയൽ എന്നൊരു വാക്കിന് കണക്കാക്കപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് റോയൽ. അപ്പോ ആ ഒരു മനുഷ്യന് വിജയത്തിന് വേണ്ടി ഉള്ള ഏറ്റവും ഒരു ഉയർന്ന വഴിയാണ് സത്യത്തില്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ടതും വളരെ ഫോക്കസ്ഡ് ആയിട്ടും അല്ലെ ആത്മാർത്ഥത്തോട് കേൾക്കേണ്ട ഒരു അറിവായിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എന്തിനാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനും അറിയാനും ഒക്കെ നിൽക്കുന്നത് എന്നുള്ളതിന് സത്യത്തിൽ ഒരു ഉത്തരമാണ് സത്യത്തിൽ ഈ ഒരു അറിവെന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടൽ, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ സത്യത്തിൽ ജീവിതത്തെ ഈ നിമിഷം നമ്മൾ നോക്കിക്കാണുന്നത്. സത്യത്തില് അതിനെല്ലാം ഒരു റെമഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ്, അതായത് വിസ്ഡം എന്നാണ്. റോയൽ പാത്ത്, വിസ്ഡത്തിലേക്ക് ഒരു രാജകീയ പാത. നമ്മൾ നേടുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് വിസ്ഡം എന്ന വാക്ക്. വിസ്ഡം എന്ന് പറയുമ്പോൾ പുസ്തകം വായിച്ച് നമുക്ക് ജ്ഞാനം കിട്ടാറുണ്ട്, അല്ലെ? നമുക്ക് പുസ്തകം വായിച്ച് വിസ്ഡം കിട്ടാറുണ്ട്. നമുക്ക് അല്ലാതെ ജീവിത അനുഭവങ്ങളിലൂടെ വിസ്ഡം കിട്ടാറുണ്ട്. നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അറിവുകൾ മാത്രം, അതായത് ഒരു ജ്ഞാനം കിട്ടാറുണ്ട്. സത്യത്തില് ആ രീതിയിലാണ് നമ്മൾ വിസ്ഡത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ വിസ്ഡം എന്ന് പറയുമ്പോൾ ഒരു നോളജും അറിവല്ല, നമ്മൾ ജീവിതത്തെ വേറൊരു തലത്തിലൊക്കെ നോക്കിക്കാണാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അനുഭവം കൊണ്ട് നമ്മൾ ജീവിതത്തെ വേറൊരു തലത്തിൽ, വേറൊരു ആംഗിളിലൊക്കെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു കഴിവിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്. ബീയിങ് വൈസ് എന്നാണ്, അതായത് ബുദ്ധിയുള്ള ആളായിരിക്കുക. വിസ്ഡം, ബുദ്ധി ഉള്ള ആളായിരിക്കുക എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ വിസ്ഡം എന്ന വാക്കിനെ മനസ്സിലാക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് പറയുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടെ ഈ ഒരു വിസ്ഡത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന വിസ്ഡത്തിന് പ്രത്യേകതയുണ്ട്. ഈ വിസ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള വിസ്ഡമല്ല. ഈ വിസ്ഡം എന്ന് പറഞ്ഞാൽ ഡിവൈൻ വിസ്ഡമാണ്. ഒരു ദിവ്യമായ ജ്ഞാനം. രണ്ട് തരത്തിലുള്ള ജ്ഞാനമുണ്ട്. ഒന്ന് വേൾഡിലി. ഈ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണം. വേൾഡിലി എന്ന് പറഞ്ഞാൽ ലൗകികമായ വിസ്ഡവുമുണ്ട്, ഡിവൈൻ ആയിട്ടുള്ള വിസ്ഡവുമുണ്ട്, ദിവ്യമായിട്ടുള്ള വിസ്ഡവുമുണ്ട്. ഞാൻ ഇത് വലിയ വാക്കുകളൊന്നും അല്ല, വലിയ സബ്ജക്റ്റും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ ഈ ഒരു ചാപ്റ്ററിന് റെസ്പെക്ട് കൊടുക്കത്തക്ക രീതിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യമേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ആയിട്ട് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മളെന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള അറിവ് മാത്രമല്ല, നമുക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവും ഗൈഡൻസും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഡിവൈൻ വിസ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ
വിസ്ഡത്തിലേക്കാണ് നമ്മൾ എത്താനുള്ളത്. ആ വിസ്ഡമാണ് യഥാർത്ഥത്തിൽ ഉള്ള വിസ്ഡം ഒരാക്കിയിട്ടുള്ളതാണ്. നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കും നമ്മൾ ഇതുപോലെ കാണുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള വെറും മനുഷ്യനല്ലേ എന്ന് നമ്മളെന്നൊക്കെ പറയും, ഡയലോഗ് അടിക്കും. വെറും മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമ സ്റ്റൈലിൽ ഡയലോഗ് മറ്റൊക്കെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ വെറും മനുഷ്യനല്ലേ, ഈ വെറും സ്ത്രീയല്ലേ, കുട്ടിയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ആ രീതിയിലുള്ള സംഭാഷണങ്ങളും സംസാര രീതികളും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും യൂണിവേഴ്സാണ്. ഓരോ മനുഷ്യനും ദൈവങ്ങളാണ്. ഉള്ളില് നമ്മൾ ഈ മനസ്സിലാക്കിക്കോണം, നമുക്ക് പുറത്തു നിന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്നോ ഒന്നും നമ്മുടെ ലൈഫിലേക്ക് നേടേണ്ടതായിട്ടില്ല. ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവന് വേണ്ടത് എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സംഗതി, ഈ ഒരു പോയിന്റിനെയാണ് സത്യത്തിൽ ഡിവൈൻ വിസ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ മനുഷ്യരും നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ വഴികളും, എല്ലാ സമ്പത്തും, എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരവും പേറുന്ന പവർഫുള്ളായ ഒരു യൂണിവേഴ്സാണ് ഓരോ മനുഷ്യനും. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇനി നമ്മളെ സ്വയം കാണാനും മറ്റുള്ള മനുഷ്യരെ കാണാനും. നമ്മൾ ഓരോ മനുഷ്യരും ജീവിച്ചിരിക്കുന്ന യൂണിവേഴ്സാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഓരോ മനുഷ്യരും വളരെയധികം പവർഫുൾ ആണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിന് ബേസിലാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ട ജീവിതത്തിലേക്ക് വേണ്ട ഈ പവറിനെ പുറത്തെടുക്കാൻ മനസ്സിലാക്കുന്ന രീതിയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും എല്ലാം തന്നെ. ഈ ഒരു അറിവിലേക്ക് നമ്മൾ സീക്ക് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ തേടുന്നത് മുഴുവനും നമ്മളെന്നുള്ളൊരു മനുഷ്യന്റെ ഉള്ളിലെ സ്ട്രെങ്ത് തിരിച്ചറിയാനാണ്. സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്ട്രെങ്ത് പുറത്തെടുത്ത് സകല വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള കഴിവിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതിനെയാണ് ഡിവൈൻ വിസ്ഡം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വിസ്ഡം, വേൾഡിലി വിസ്ഡം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ ഒരു അനുഭവജ്ഞാനം എന്ന് പറയുന്നത്, അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു തരം ഒരു ബെറ്റർ ആയിട്ടൊരു ബോധ അവസ്ഥ അല്ലെങ്കിൽ ഒരു ബുദ്ധിയുടെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മുടെ കഴിവുകളെ തേടുന്നതിനെയാണ് അല്ലെങ്കിൽ അത് പുറത്തെടുക്കുന്നതിനെയാണ് സത്യത്തിൽ ഡിവൈൻ വിസ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈൻ വിസ്ഡമാണ് ഒരു മനുഷ്യന് അവന്റെ വിജയത്തിന് വേണ്ടതും അവന്റെ ഈ ഒരു ലൈഫിൽ അവന് നേടാൻ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുവാൻ വേണ്ടി അവൻ തേടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ സത്യത്തിൽ നമ്മൾ കൃത്യമായി ഡിവൈൻ വിസ്ഡത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ശരിയായ വഴികളിലേക്ക്, നമുക്ക് ഒരു വഴിതെറ്റലുകളും ഉണ്ടാകില്ല. മുൻകൂട്ടി നമ്മൾ നമ്മുടെ വഴികൾ കണ്ടെത്താം. നമുക്ക് ഡിവൈൻ ഗൈഡൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റുകൾ കിട്ടുന്നുണ്ടല്ലോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റ്, അതായത് നമ്മൾ സാധാരണ ഒരു വിജ്ഞാനം എന്ന് കേൾക്കും. നമ്മളൊരു ഹയർ വൈബിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ്. ഒരു ഹയർ വൈബ് നമ്മൾ ഉള്ളില് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു മനുഷ്യനും അവരവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു ഭയപ്പെടേണ്ട കാര്യവുമില്ല, ഒരു കൺഫ്യൂഷന്റെയും കാര്യമില്ല. നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട അറിവുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ലൈഫിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു വഴി കണ്ടെത്തണം, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ നോക്കണം, ഒരു നമ്മുടെ ജോലി അല്ലെങ്കിൽ അതിന്റെ കാര്യം എങ്ങനെ നോക്കണം, ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഇതിനുള്ള സകലതും നമുക്ക് ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മളത് പുറമേ നേടേണ്ട കാര്യമേ ഇല്ല. പുറമേ നമുക്കത് ഉള്ളിൽ നിന്ന് കിട്ടണം. ഉള്ളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കുന്ന ഒരവസ്ഥ, ഇത് സ്വയം കിട്ടും. ഇത് കിട്ടും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം എത്തണം. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് വലിയൊരു പ്രകാശം പേർന്ന ആളുകളായി മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഉയർന്ന വിസ്ഡം നമുക്ക് നേടാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനമുണ്ടല്ലോ,
നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരാൾ ഒരു ബിസിനസ് തുടങ്ങിയാണ്. ഒരാൾ ഒരു ബിസിനസ് തുടങ്ങി, ഒരു അയാള് അയാൾക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അയാള് ആ ബിസിനസ് തുടങ്ങി പല തരത്തിലുള്ള തെറ്റുകൾ ചെയ്യും. പല തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകൾ, ഓരോ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് നഷ്ടങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ച് മുന്നോട്ട് പോയി അയാള് പലതരത്തിൽ വീണ്ടും തുടങ്ങി, പിന്നെ പരാജയപ്പെട്ട് വീണ്ടും തുടങ്ങി, നിർത്താതെ പരിശ്രമിച്ച് അവസാനം അയാള് സക്സസിലേക്ക് എത്തും. ഇതുവരെയുള്ള അത് വേൾഡിലി വിസ്ഡമാണ്. അയാൾ ഒരു 10-15 വർഷമോ അല്ലെങ്കിൽ 10-20 വർഷം അയാൾ പല തരത്തിലൊരു ബിസിനസിന്റെ രീതിയിൽ കഷ്ടപ്പെട്ട് വേദനകൾ സഹിച്ചും നഷ്ടങ്ങൾ സഹിച്ചും കടം കയറിയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് അത്രയും നാളത്തെ അനുഭവജ്ഞാനങ്ങൾ കൊണ്ട് രൂപീകരിച്ച വിസ്ഡത്തിലൂടെ അയാൾ സക്സസിലേക്ക് എത്തും. അത് വേൾഡിലി വിസ്ഡം. പക്ഷേ ഇതേ മനുഷ്യൻ ഡിവൈൻ വിസ്ഡം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഡിവൈൻ വിസ്ഡം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ശരിയായ രീതിയിൽ എങ്ങനെ ബിസിനസ് നടത്തി വിജയിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ തുടക്കത്തിൽ തന്നെ കൃത്യമായി ലഭിക്കുകയും അയാൾക്ക് ഈ ജീവിതത്തിൽ ഇത്രയും കാലത്തെ കഷ്ടതകളും നഷ്ടങ്ങളും ഒന്നും സഹിക്കാതെ തന്നെ അയാൾ കൃത്യമായ രീതിയിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തി വിജയിപ്പിച്ചെടുക്കാൻ, മുന്നോട്ട് പോകാനുള്ള കഴിവ് അയാൾക്കുണ്ട്. അത് ഈ ആദ്യം പറഞ്ഞ ആൾക്കുമുണ്ട്, ഈ രണ്ടാമത് പറഞ്ഞ ആൾക്കുമുണ്ട്. ആദ്യം പറഞ്ഞ ആള് പക്ഷെ അത് നോക്കാതെ അയാൾ ചുറ്റുവട്ടത്തുനിന്നുള്ള ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സക്സസ് തേടുമ്പോൾ, ഈ ഡിവൈൻ വിസ്ഡത്തെ തേടുന്ന ആള് സ്വന്തം ഉള്ളിലാണ് എന്റെ അറിവുകളെല്ലാം ഉൾക്കൊള്ളുന്നത്. ഞാൻ എങ്ങനെ പോയാൽ ഈ ബിസിനസ്സിൽ വിജയിക്കും, എങ്ങനെ പോയാൽ എനിക്ക് കൃത്യമായ രീതിയിൽ എന്റെ ബിസിനസ്സിനെ വികസിപ്പിക്കാം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാം എന്നുള്ള കൃത്യമായ ഐഡിയ അയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ നമ്മൾ, ചെറിയ പ്രായത്തിൽ തന്നെ വലിയ രീതിയിൽ സക്സസ് ആവും. ചിലര് ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടായിരിക്കും ഒരു സക്സസ്ഫുൾ ആകുന്നത്. ഇത് ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമല്ല, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും എല്ലാം പ്രയോഗിക്കാം. കരിയറിന്റെ കാര്യത്തിലും മറ്റ് ഏതൊരു കാര്യത്തിനകത്തായാലും ഈ ഒരു ഡിവൈൻ വിസ്ഡം നമ്മൾ നേടിക്കഴിഞ്ഞാല് നമുക്ക് സമയനഷ്ടവും നമുക്ക് മാനസികമായ പിരിമുറുക്കങ്ങളും അതെല്ലാം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് അഡ്വാൻസ് ആയിട്ട്, റോയലായിട്ട് തന്നെ സക്സസ്ഫുൾ ആയി മാറാമെന്നുള്ളതാണ് ക്രിസ്റ്റ്യൻ ഡി ലാർസൺ ഈ ചാപ്റ്ററിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് സത്യത്തിൽ നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന ഈ ക്ലാസ്സുകളുടെ എല്ലാം പരമോന്നതമായ ഉദ്ദേശ്യവും അത് തന്നെയാണ്. നമ്മൾ എന്തിന് കഷ്ടപ്പെടണം, എന്തിന് അനുഭവത്തെ മാത്രം ഗുരുവാക്കി എടുക്കണം. മുൻകൂട്ടി നമുക്ക് ഉള്ളിൽ തന്നെ ഒരു വിശാലമായ അറിവുകളും കാഴ്ചപ്പാടുകളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളപ്പോൾ എന്തിന് കഷ്ടപ്പെടണം എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിനകത്ത് വിവാഹ ബന്ധങ്ങളിലേക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു അനുഭവം വന്നപ്പോൾ അതിൽ നിന്ന് മാറി അത് പരിഹരിച്ച് അടുത്ത വന്ന് പരിഹരിച്ച് വേദനിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് നെക്സ്റ്റിലേക്ക് പോയി അതിൽ പരിഹരിച്ച് പോകുന്നതിന് പകരം ഒരു ഡിവൈൻ ആയിട്ടുള്ള വിസ്ഡം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ റിലേഷൻഷിപ്പ് കൃത്യമായി എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതും അവർക്ക് ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ളതും. ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് അവര് കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, ഡിവൈൻ വിസ്ഡത്തിന്റെ വ്യത്യാസം. ഇത് അവരറിയാതെ അവരെ കൊണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പിക്കും. ഇതാണ് ഡിവൈൻ വിസ്ഡം നമ്മൾ നേടുമ്പോഴുള്ള ഗുണം. ഈ ഡിവൈൻ വിസ്ഡം നമുക്ക് നേടാൻ കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനകത്ത് നിലവിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്ക് ഈസി ആയിട്ട് പരിഹാരം കാണാൻ മാത്രമല്ല, നമ്മൾ വഴിതെറ്റി പോകാതെ കൃത്യമായ ഒരു ഡിവൈൻ ഗൈഡൻസ് നമുക്ക് മുൻകൂട്ടി തന്നെ നമുക്ക് ലഭിക്കും. മുൻകൂട്ടി തന്നെ ലഭിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മളൊരു അഫർമേഷൻ പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, നമുക്ക് അറിയേണ്ടതെല്ലാം നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ ഒരു അഫർമേഷനകത്ത് പറയുന്നത് ഈ പോയിന്റ് തന്നെയാണ്.
കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു തരത്തിലും കഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള വഴികാട്ടലുകളുണ്ട്. നമ്മുടെ ഉള്ളിനകത്ത് നമ്മൾ ഓരോ മനുഷ്യരും ഇവിടെ ഉണ്ടെങ്കിലും ഒരു യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സിന് ത്രികാല ജ്ഞാനികളാണ് ഓരോ മനുഷ്യരും. നമ്മുടെ ഉള്ളിൽ തന്നെ മുൻകാലങ്ങളിൽ നടന്നതും ഇനി വരാനിരിക്കുന്നതും ഇപ്പൊ നടക്കാനുള്ളതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെർഷൻ, നമ്മുടെ ലൈഫിന്റെ വെർഷൻ എങ്ങനെ പോകണം എന്നുള്ളതും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ കഴിവായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അത് അടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇത് പുറത്തു വരുന്നില്ല. പുറത്തു വരാത്തതിന് പ്രധാന കാരണം മനുഷ്യന്റെ ഈഗോ മനസ്സ് കൂടുതൽ മുന്തി നിൽക്കുന്നത് കൊണ്ടാണ്. ഈഗോ മനസ്സ്, ഈ ഈഗോ മനസ്സിനെ താഴ്ത്തി ഉള്ളിലെ ഡിവൈൻ പവർ പുറത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് താങ്ക് യുവിന്റെ പ്രാക്ടീസ് ഞാൻ നിങ്ങൾക്ക് തന്നത്. നമ്മൾ ജനറൽ ഗ്രൂപ്പിന് വേണ്ടി താങ്ക് യുവിന്റെ പ്രാക്ടീസ് തന്നത്. അതുപോലെ തന്നെ ഈ കൃത്യമായിട്ട് നമ്മുടെ പ്രപഞ്ച നിയമങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ തന്നത് എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലെ ഈ ഒരു പവറിനെ പുറത്തെടുക്കാൻ വേണ്ടി തക്കവിധം നമ്മുടെ ഈഗോ മനസ്സിനെ താഴ്ത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ ഞാൻ പറഞ്ഞെന്താണെന്നുള്ളത്? ഈഗോ മനസ്സ് ഈഗോ മനസ്സാണ് സത്യത്തിൽ ഡിവൈൻ പവറിനെ, ഡിവൈൻ വിസ്ഡത്തെ തടയുന്നത്. സത്യത്തിൽ ഈ ക്ലാസ്സുകൾ, ഈ ബുക്കുകളിലും, ഈ ബുക്കിന്റെ ഇതുവരെയുള്ള സീരീസ് മുഴുവനും നമ്മൾ പഠിച്ചു വന്നപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് ഈ ഡിവൈൻ വിസ്ഡത്തെ പുറത്തെടുക്കുന്ന വഴികൾ തന്നെയാണ്. കൃത്യമായി സത്യത്തിന്റെ പാത പിന്തുടരുമ്പോൾ സത്യത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡിവൈൻ വിസ്ഡത്തിലേക്ക് എത്തും. പ്രപഞ്ച നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിവൈൻ വിസ്ഡത്തിലേക്ക് എത്തും. പ്രപഞ്ച നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രപഞ്ച നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ വൈബിലേക്ക് എത്തും. നമ്മൾ ഹൈ വൈബിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്പിരിച്വൽ പവർ, അതായത് നമ്മുടെ ബ്രഹ്മശക്തിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ യൂണിവേഴ്സൽ പവറുമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അലൈൻ ആവുകയും ഈ അലൈൻമെന്റ് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഡിവൈൻ വിസ്ഡം നമ്മുടെ ഉള്ളിൽ, അതാണ് ഇൻഡ്യൂഷൻസ് ഡിവൈൻ വിസ്ഡമായിട്ട് നമ്മൾ ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് കൃത്യമായ വഴികൾ നമ്മുടെ മുന്നിൽ നമുക്ക് കിട്ടും. നിങ്ങളൊരു വിഷയം, നിങ്ങൾക്ക് ലൈഫിനകത്ത് ഒരു പ്രശ്നത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഫീലിംഗ് ഉണ്ടാകും. നിങ്ങൾ ഹയർ വൈബിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫിനകത്ത് നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണെന്ന് കരുതുക. ഈ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി എന്ത് ചെയ്യും? ഈ വഴിയിലൂടെ പോകുമെന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് നിങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വഴിയിലൂടെ നടക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ പവർഫുൾ ആകും എന്നുള്ളതാണ് ഈ ഹയർ വൈബ്. അതാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റായ സ്റ്റെപ്പുകൾ നിങ്ങൾ ലൈഫിൽ വെക്കില്ല. വൈബ് ഉയർന്നു കഴിഞ്ഞാൽ തെറ്റായ സ്റ്റെപ്പുകൾ വെക്കാതിരിക്കുക എന്നുള്ള നിയമം എന്താണെന്ന് ആർക്ക് പറയാൻ കഴിയും? വൈബ് ഉയരുന്നത് തെറ്റായ ചുവടുകളിൽ നിന്ന് സംരക്ഷിക്കും. ഈസി അല്ലേ? ഇൻഡ്യൂഷൻ അല്ലല്ലോ, ഇൻസ്പയർഡ് ആക്ഷൻ അല്ല. ഈസി അല്ലേ? എപ്പോഴും പറയുന്നില്ലേ വൈബുമായിട്ട് ബന്ധപ്പെട്ട നിയമം എന്താണ്? ദി ലോ ഓഫ് വൈബ്രേഷൻ. ദി ലോ ഓഫ് വൈബ്രേഷൻ. വൈബ് ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വൈബിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ വൈബ് ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഡിവൈൻ ഗൈഡൻസിലായി. ഈ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ വൈബ് ഉയർത്തുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ നിങ്ങൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആകും. ഒരു തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കില്ല, തെറ്റായ സ്റ്റെപ്പുകൾ വെക്കില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കില്ല. അവർ നമ്മുടെ വൈബിന് അനുസരിച്ച് നിൽക്കും. നമ്മുടെ ഫാമിലി
നമ്മുടെ വൈബിന്റെ അനുസരിച്ച് നിൽക്കും. വൈബിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് എല്ലാ രീതിയിലും. അപ്പൊ നമ്മൾ ഈ ഡിവൈൻ ഗൈഡൻസ് എന്ന് പറഞ്ഞാല് ഡിവൈൻ വിസ്ഡം എന്ന് പറഞ്ഞാല് അത് മനസ്സിലാക്കാനുള്ളത് അത് വെറും ഒരു ജ്ഞാനം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഫുള്ളായിട്ടുള്ള കവറിങ് ആണ്, ഒരു ഫുൾ കവറേജ് ആണത്. മുൻകാലങ്ങളിലുള്ള മഹത്തുക്കളായ ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള ജ്ഞാനവും ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് പോലെ തന്നെയുള്ള അറിവുകൾ തന്നെയാണ് അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ഉള്ളിലെ വൈബിനെ ഉയർത്തി, അവരുടെ ഉള്ളിലെ സ്വന്തം വൈബിനെ ഉയർത്തിയപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള സകല അറിവുകളും അവരുടെ മനസ്സിലേക്ക് എത്തി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവര് കൃത്യമായിട്ട് ആ കാലങ്ങളിലുള്ള ആളുകൾക്ക് അത് പകർന്നു നൽകുകയായിരുന്നു. പുസ്തകങ്ങൾ എഴുതിയും ഗ്രന്ഥങ്ങൾ എഴുതിയും എല്ലാം പകർന്നു നൽകുകയായിരുന്നു. ഈ മഹാന്മാരായ ആളുകളുടെ ഉള്ളിലുള്ള അതേ കഴിവുകളും അറിവുകളും തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ളത്. അത് നമ്മുടെ അത്രയും വലിയ മഹാന്മാരൊന്നും ആയില്ലെങ്കിൽ കൂടി നമ്മുടെ നിലവിലുള്ള ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് കരകയറി പോകാനും ഉയരാനും വളരാനുമുള്ള അറിവിലേക്കും പ്രകാശത്തിലേക്കും നമ്മൾക്ക് എത്താൻ കഴിയും. ആ പ്രകാശത്തിലേക്ക് എത്തുന്നതിനെയാണ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലെ ദീപമായിട്ട് അലങ്കരിക്കുക എന്നുള്ളതാണ്. അതായത് ഉയർന്ന വൈബിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇല്യൂമിനേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഷബിന ചോദിക്കാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കേൾക്കാവോ? കേക്കാം സാർ. സാർ, ഞാൻ ചോദിക്കാൻ വന്നതേ, നമുക്ക് അതുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന മിക്ക വ്യക്തികളെയും പറ്റിയിട്ട് പെട്ടെന്ന് അവരെ ഒറ്റ കാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു കുറച്ചു നേരം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അവരെ പറ്റി ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരുന്നു. അത് ചിലപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ശരിയായിട്ട് വരാം. അപ്പൊ നമ്മൾ ചിന്തിക്കും നന്നായ രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം, പക്ഷെ അവരെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വന്നാൽ അത് ചിലപ്പോഴൊക്കെ ശരിയാവുന്നു. അത് അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്നത് കൊണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിസ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും, ഇപ്പം ഒരാളടുത്ത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാം അറിയാം കേട്ടോ, അയാൾ നല്ല ബുദ്ധിയുള്ള ഒരാള് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഒരു വിസ്ഡം, ഒരു ജ്ഞാനിയായ ആൾ അയാളടുത്ത് ചോദിച്ചാൽ അയാൾക്ക് എല്ലാം അറിയാം, അയാൾക്ക് നല്ല അറിവുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ കാണും. ഈ ഡിവൈൻ വിസ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് ഫ്രണ്ടിൽ വരുന്ന ആള് മാത്രമല്ല, നമ്മുടെ ലൈഫിനകത്ത് എന്തുണ്ടെങ്കിലും നമുക്ക് ഉള്ളിനകത്ത് അതിനുള്ള സൂചന കിട്ടി തുടങ്ങും എന്നുള്ളതാണ്. അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മുടെ വൈബ് കയറുന്ന അനുസരിച്ച് നമ്മുടെ ലൈഫിൽ പ്രകാശം എങ്ങനെ പോകണം എന്നുള്ള പ്രകാശം നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഉള്ളിനകത്ത് ഉണ്ടാവും. ഈ ഡിവൈൻ വിസ്ഡം കിട്ടാത്ത ആളുകളുടെ ഉദാഹരണം പറഞ്ഞാൽ അവർ നമ്മൾ സാധാരണ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു വഴിയിലൂടെ ഒരു ചെറിയൊരു മെഴുകുതിരിയും കത്തിച്ചു പോകുന്ന ആളുകളെ പോലെയാണ്. സിക്സ്ത് സെൻസ് അല്ല, അത് അങ്ങനെ പറയാം. ഇത് അതായത് ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു ചെറിയ മെഴുകുതിരി വെട്ടത്തിൽ മാത്രം നടന്നു പോകുന്ന ആളുകൾ. അതേസമയം നമുക്ക് ആ ഒരു മെഴുകുതിരി വെട്ടത്തിൽ മാത്രം കാണാവുന്ന വായിച്ചു ടോർച്ച് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടോർച്ച് അടിച്ച് നോക്കിയൊക്കെ കുറച്ചുകൂടെയൊക്കെ ദൂരെയൊക്കെ നോക്കി കുറച്ച് സമയമൊക്കെ നോക്കി പോകാൻ കഴിയുന്ന ആളുകളാണ്. അതേസമയം ഈ മഹാന്മാരായ ആളുകളുണ്ടല്ലോ, ഉയർന്ന ഇല്യൂമിനേറ്റഡ് ആയിട്ടുള്ള ഉയർന്ന ആളുകൾ, അവർ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ പകൽ പോലെ വെളിച്ചമാണ് അവരുടെ ലൈഫ്, അവരുടെ ജീവിതത്തിന് ഫ്രണ്ടിൽ അവർക്ക് കാണാൻ കഴിയുക, എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ടാകും. അതിന്റെ ഒരു ചെറിയൊരു അംശം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു ആള് ഫ്രണ്ടിൽ വരുമ്പോൾ അയാളെ കുറിച്ച് നമുക്ക് ഉള്ളിൽ തന്നെ സൂചന ലഭിക്കും. ഇതാണ് ഡിവൈൻ വിസ്ഡം. ഈ ഒരു വിസ്ഡത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത്. നമ്മൾ ഈ ഒരു കഴിവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് കഴിവ് നേടിയെടുക്കേണ്ട കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടത്, നേടിയെടുക്കേണ്ടതല്ല, അത് പുറത്തെടുത്താൽ മതി. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രാക്ടീസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ച നിയമം കൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ സത്യത്തിൽ പോകുന്ന മുഴുവനും ഈ ഒരു കഴിവ് പുറത്തെടുക്കാൻ നിങ്ങളെ പ്രാപ്തമാകുന്ന രീതിയിലാണ്. എന്റെ വോർട്ടക്സിന്റെ ക്ലാസ്സും ഇനിയിപ്പോ ആ ഒരു കാര്യം കൂടെ എന്തായാലും തീർച്ചയായിട്ടും പറയണമല്ലോ.
ഓട്ടക്സിന്റെ ക്ലാസ്സും കൃത്യമായിട്ട് റേഡിയൻസ് ലെവൽ 2 ഈ ഒരു ഉള്ളിലുള്ള ഡിവൈൻ വിസ്ഡം ഓരോ മനുഷ്യരിൽ നിന്ന് ഓരോ സ്റ്റുഡൻസിന്റെ ഉള്ളിലുള്ള ഡിവൈൻ വിസ്ഡം പുറത്തെടുക്കുവാൻ പര്യാപ്തമാകുന്ന രീതിയിലുള്ള അറിവുകളും പ്രാക്ടീസുകളാണ് കൊടുക്കുന്നത്. അതിന്റെ സ്റ്റുഡൻസിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഉള്ളിലകത്ത് ഉണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് പ്രാക്ടീസുകൾ, ധാരാളം പ്രാക്ടീസുകൾ നമ്മൾ ഈസി ആയിട്ട് ആ സിസ്റ്റത്തിലേക്ക് വന്നാൽ മതി. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ഒരു അറിവുകൾ. നമ്മുടെ ലൈഫിൽ മുൻകൂട്ടി ഒരുപാട് മോശമാണോ, നിങ്ങൾക്ക് ഈ ഒരു ഡിവൈൻ വിസ്ഡത്തിലേക്ക് എത്തിയ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, അവർ ഏത് കരിയർ തിരഞ്ഞെടുക്കണം, അവരുടെ വിവാഹ ബന്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും. നിങ്ങളുടെ കുട്ടികളെ ഏത് രീതി നിങ്ങൾ തെറ്റുകളിൽ പറ്റിയിട്ട് പിന്നെ രണ്ടാമത് പിന്നെ അതിനകത്ത് തെറ്റുകൾ, എറർ, അനുഭവം ഗുരു എന്നുള്ള രീതിയിൽ അനുഭവം, അത് ഇതിനകത്ത് പറയുന്നുണ്ട്. അനുഭവം കൃത്യമായിട്ട് നമ്മളെ വിസ്ഡത്തിലേക്ക് എത്തിക്കുന്നില്ല. അത് വേദന തന്നിട്ട് അങ്ങനൊരു വേദന ഉണ്ടാവും, അതുകൊണ്ട് അതുവഴി നടക്കരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. യഥാർത്ഥ ഡിവൈൻ വിസ്ഡത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വേദന ഇല്ലാതെ തന്നെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. ഹയർ ലെവലിലാണ് മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. അപ്പോ എന്റെ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രാക്ടീസുകളായാലും നിങ്ങളുടെ ആ ഒരു ഫോളോ കൃത്യമായിട്ട് അത് ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ ഫലം തന്നെയാണ് ഷബിന നേരത്തെ പറഞ്ഞതുപോലെ, ആ ഒരു ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളെ സെൻസ് ചെയ്യാൻ പറ്റും. സെൻസിങ് പവർ വർദ്ധിക്കും. മുൻകൂട്ടി നമുക്ക് ആ ലൈഫിനെ സെൻസ് ചെയ്യാൻ പറ്റും. സിക്സ് സെൻസ് എന്ന് വേണമെങ്കിലും അതിന് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു വാക്കുകൾ ഈ ഒരു പ്രാക്ടീസിൽ ഉപയോഗിക്കാറില്ല. നമ്മൾ ഡിവൈൻ വിസ്ഡം ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്താ പറയുക, ഈ ഒരു നോളജിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. താങ്ക് യു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സബ്ജക്റ്റിനെ. നമുക്ക് തെറ്റുകൾ പറ്റിയിട്ട് ശരികൾ നേടി പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിക്കുന്നതിന് പകരം മുൻ തെറ്റുകൾ പറ്റാതെ ജീവിതത്തിൽ പോകും. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ, നിങ്ങൾക്ക് കോടികൾ ലാഭിക്കാം, മാസങ്ങൾ, വർഷങ്ങൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ലാഭിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസിനെ നിങ്ങൾ സംരക്ഷിക്കുക. നിങ്ങൾക്ക് സ്നേഹം, നിങ്ങളുടെ സ്വയം സ്നേഹിക്കാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ഹയർ വൈബിലേക്ക് എത്തുമ്പോൾ ഒരു ഗുണം. അത് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാനിഫെസ്റ്റേഷൻ മാത്രമല്ല. നമുക്ക് ഈ സബ്ജക്റ്റിൽ നിന്ന് പഠിച്ച ഇത് വരെ എനിക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചെടുത്തേക്കാം. അങ്ങനെ അല്ല ഈ സബ്ജക്ട് നിങ്ങൾ കാണാനുള്ളത്. നിങ്ങളുടെ ലൈഫിനെ മുഴുവനും ഗൈഡ് ചെയ്യാൻ തക്കവേ നിങ്ങൾ പവർഫുൾ ആവണം. സ്വയം ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് അറിയാൻ പറ്റണം നിങ്ങളുടെ ലൈഫിനകത്ത് എന്താണ്, നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഗൈഡൻസ് ഉള്ളിൽ കിട്ടും. അതാണ് ഡിവൈൻ ഗൈഡൻസ്. അത് വിസ്ഡത്തിലേക്ക് എത്തുമ്പോഴാണ് വരുന്നത്. അത് ഉയർന്ന ആളുകൾക്ക് വലിയ എത്താൻ പറഞ്ഞത്, നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് പോണ ഒരാളും ഒരു ടോർച്ച് അടിച്ചിട്ട് പോണ പോലും ഉള്ളു പ്രകാശം, ഒരു പകൽ പോലെ മുകളിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരാളും തമ്മിൽ വ്യത്യാസം പോലെയാണ് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. മെഴുകുതിരി വെട്ടം പോലും ഇല്ലാതെ ജീവിക്കുന്നവരും ഉണ്ട്. കോൺഷ്യസ്നെസ് ലെവൽ, ബോധത്തിന്റെ ഉയർച്ച താഴ്ചകളുടെ വ്യത്യാസമാണ് അതവിടെ പറയുന്നത്. ഉയർന്ന ബോധതലത്തിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ആളെ കുറിച്ച് നമുക്ക് സെൻസ് കിട്ടും. നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിവ് കിട്ടും, ഗൈഡൻസ് കിട്ടും. അതാണ് ഈ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്. പറഞ്ഞോ പ്രദീപേ, കേൾക്കാൻ പോയി പറഞ്ഞു. സാറേ സാറൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ സാറ് ഞാന് അമ്മക്ക് പെൻഷൻ കുറച്ചൊക്കെ ബ്ലോക്ക് ആയിട്ട് കിടക്കായിരുന്നു. അപ്പോ അത് ശരിയായിട്ടുണ്ട്. അത് അക്കൗണ്ടിൽ പൈസ കയറി. അപ്പൊ ആ ഒരു കാര്യം സാറിന് പറയാനും. സാറേ പിന്നെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് പലപ്പോഴും ഞാനതൊന്ന് മുക്തനാവും, ചിലപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ പിന്നെയും പോകുന്നുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് നിങ്ങളത് തന്നിട്ടുള്ള പ്രാക്ടീസുകൾ കൂടുതലായിട്ട് ചെയ്യൂ. നമ്മള് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുറച്ച് സമയം എടുക്കും. അത് നമ്മള് കാര്യം പറഞ്ഞാല് നമ്മള് മനുഷ്യരെന്ന് പറഞ്ഞാല് ഈ വെളിച്ചം കുറഞ്ഞു പോകുന്നതിന് പ്രധാന കാരണം ഉള്ളിനകത്ത് ആഴത്തിലേറ്റ മുറിവുകളാണ് പഴയ കാലങ്ങളിൽ. അപ്പൊ ഇത് മുറിവുകൾ നമ്മളിപ്പോ ചില പ്രാക്ടീസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, ആ ഒരു മുറിവുകളെ ഉണക്കാൻ. താങ്ക് യുവിന്റെ പ്രാക്ടീസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലൊക്കെ വന്നിട്ടുള്ള പ്രാക്ടീസുകളായാലും തരുന്നതും നിങ്ങൾക്ക് ഉള്ളിനകത്തുള്ള മുറിവുകളെ ഉണക്കാനാണ്. നമുക്കൊരു വലിയ മുറിവ് ശരീരത്തിലുണ്ടായാൽ അത് നമ്മൾ മരുന്ന് വെച്ചാൽ ഒറ്റയടിക്കാൻ അപ്പം തന്നെ കരിഞ്ഞു പോകില്ലല്ലോ. കുറേ മെല്ലെ മെല്ലെ സമയം എടുത്തല്ലേ അത് കരിയുകയുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മുറിവിൽ നിന്ന് നമുക്ക് ഇടയ്ക്ക് വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് നെഗറ്റീവ് ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്.
അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോവുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. ഹീലിംഗ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പ്രദീപ്. അതിന്റെ ഭാഗമായിട്ടാണ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്നത്. പക്ഷെ മറ്റേ മുറിവിന്റെ വേദനകൾ കരിഞ്ഞു വരാൻ ഒരു അല്പം സമയം എടുക്കുന്നത് പോലെ ഈ ഉള്ളിലെ മുറിവും കരിഞ്ഞു വരാൻ ക്ഷമയോടുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നു, അതുകൊണ്ട് എന്റെ പ്രാക്ടീസ് വർക്ക് ആവുന്നില്ല എന്ന് ആരും തെറ്റിദ്ധരിച്ചു കളയില്ല. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യണം. പിന്നെ നിങ്ങൾ തീരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾ ഇതുപോലുള്ള ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വൈബ്, ചിലർക്ക് തീരെ പ്രാക്ടീസ് ചെയ്യാൻ ക്ഷമയൊന്നുമില്ലെന്ന് പറയാം. അതൊരു താഴ്ന്ന വൈബിന്റെ ആണ്. അത് ക്രമേണ മാറി വരും. അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ഉള്ളിൽ. താങ്ക് യു സോ മച്ച് പ്രദീപ്. വേറെ ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? അഭിജിത്ത് എന്താണ് ചോദിക്കാൻ വന്നത്? ഞാൻ ചോദിക്കാൻ വന്നത് സാറേ, ഈ ഡിവൈൻ വിസ്ഡം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാരെ ആ ഒരു നെഗറ്റിവിറ്റി ആണെങ്കിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും എന്ന് പറയും സാറ്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ അവരോടൊരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്ന സംഭവം? ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ നെഗറ്റീവ് സെൻസ് ആവുമെങ്കിൽ നമ്മൾ അവരെ മുൻകൂട്ടി അറിയാൻ പറ്റുന്നുള്ളല്ലോ. നമ്മൾ ആ സമയത്ത് അങ്ങനെ ഉടനെ നെഗറ്റീവ് ചിന്തിക്കില്ലല്ലോ. നമ്മൾ നെഗറ്റീവ് ആണ്, അവരുമായിട്ട് ഫർദർ ആയിട്ടൊരു ഏതെങ്കിലും രീതിയിൽ ഒരു കണക്ഷനോ അല്ലെങ്കിൽ മറ്റുമായിട്ട് പോകാൻ നമ്മളെ എന്ത് ചെയ്യും, ഉള്ളിൽ നിന്ന് ഒരു ഗൈഡൻസ് മാറ്റും. പിന്നെ നമ്മൾ ഹയർ വൈവിലേക്ക് എത്തുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഉള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് പിന്നെ വരില്ല. നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ കുറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ. ഞാൻ സത്യത്തിൽ ഈ ഡിവൈൻ വിസ്ഡം എന്ന് കേൾക്കുമ്പോൾ ഞാനും സത്യത്തിൽ ഈ മുമ്പ് ഈ ഡിവൈൻ വിസ്ഡം എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ ജ്ഞാനം എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല. നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മളങ്ങ് മാറിയിട്ട് നമുക്ക് വലിയൊരു മുന്നോട്ട് ജീവിതത്തിൽ എങ്ങനെ ഒരു പ്രകാശം നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ ആ പ്രകാശത്തില് ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോ അങ്ങനെ ആ വ്യക്തി നെഗറ്റീവായ ആള് വരാത്ത രീതിയിൽ തന്നെ ഉള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംവിധാനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുക എന്നുള്ളതാണ്. അവരെ നമ്മുടെ മുമ്പിൽ തന്നെ വരാത്ത രീതിയിൽ നമ്മളെന്നും മാറ്റും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഹയർ വൈബിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. താഴ്ന്ന വൈബ് ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, നെഗറ്റീവായ ആളുകൾ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ബുദ്ധിമുട്ടിക്കും. അപ്പൊ നമുക്ക് സ്വന്തം ലൈഫ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വൈബിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പറഞ്ഞോളൂ. ജിൽസമ്മയ്ക്ക് എന്തോ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ജിൽസമ്മയ്ക്ക് ഇതുവരെ ഹാൻഡ് റൈസ് ചെയ്യാൻ പഠിച്ചില്ലേ? ചോദിച്ചോളൂ. പോയോ? ഓക്കെ, ഷബിന. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സിലേക്ക് ഞാൻ എത്തിയതും ഒരു മാനിഫെസ്റ്റേഷന്റെ പിറകെയുള്ളൊരു ഓട്ടത്തിനിടയ്ക്കാണ് നമ്മുടെ കോഴ്സിലേക്ക് എത്തിയത്. പക്ഷേ പ്രദീപ് സാറിന്റെ ഒരു കോള് ശരിക്കും നമ്മുടെ കോഴ്സ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ അങ്ങോട്ട് സാറിനെ വിളിച്ചിരുന്നു. അപ്പൊ സാർ ഒരു ഒറ്റ ഡയലോഗാ പറഞ്ഞേ, നമ്മുടെ വോർട്ടെക്സിന് മുന്നേ ഒരു ലൈഫ്, വോർട്ടെക്സിന് ശേഷം ഒരു ലൈഫ്. അപ്പോ എന്റെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഓരോ കോഴ്സുകൾക്കും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അതാണെന്നാണ്. പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം എന്താന്നുള്ളത് ഇപ്പൊ കറക്റ്റ് ബോധ്യമാവുന്നുണ്ട്. ആ കോഴ്സ് കഴിഞ്ഞ് സാറിന്റെ ഗൈഡൻസിൽ പ്രാക്ടീസ് ചെയ്തു വന്നപ്പോ മുമ്പ് പല പ്രശ്നങ്ങളെയും ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളെയും ഒരുപാട് സംസാരിച്ച്, നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ വല്ലാണ്ട് കൺവിൻസ് ചെയ്താൽ മാത്രമേ മനസ്സിൽ സമാധാനമായി ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരു മറുപടിയും കൊടുക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് സമാധാനത്തോടു കൂടി നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആകെ അങ്ങ് ചേഞ്ചായി, നമ്മുടെ വൈബ് ആകെ അങ്ങ് ചേഞ്ചായി. നമുക്ക് എവിടെ എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണ്ട എന്ന് മനസ്സിലായി. നമുക്ക് ചുറ്റും പല മനുഷ്യരെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇവരെന്തുകൊണ്ടാവാം നമ്മളോട് ഇങ്ങനെ മോശമായി പറയുന്നത്, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാവാം ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം എല്ലാവരും ലൈഫിന്റെ ഈ ഒരു സ്റ്റേജ് ശരിക്കും അറിയണം. ഒരു വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ലെവല് നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടവരാണ്. ഒരു ചെറിയ മാനിഫെസ്റ്റേഷന്റെ പിറകെ ഇത് ഞാൻ ഒരു കാര്യം അതാണ് പോയിന്റ് ഷബിന പറഞ്ഞത്. അതായത് നമ്മളെപ്പോഴും ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ കാണുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ നടത്താം. ഒരു മാനിഫെസ്റ്റേഷൻ എനിക്കൊരു ചെറിയ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, അത് നടക്കാൻ വേണ്ടി ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ആവരുത് ദയവായി. ഞാൻ അങ്ങനെ അല്ല ഈ സബ്ജക്റ്റിനെ കാണുന്നത്. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾ വേറൊരു യൂണിവേഴ്സൽ
കണക്റ്റഡ് ആയിട്ടുള്ളവരും ഓരോരുത്തരും ഉണ്ട്. അവരാരാണ് സ്വയം തിരിച്ചറിയാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ പരിശ്രമങ്ങൾ മുഴുവൻ. അല്ല, അത് മാത്രമല്ല, നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയും ക്ലാസ്സിൽ കയറി ഇരുന്നിട്ട് അല്ലെങ്കിൽ ക്ലാസ് കണ്ടാലേ നിങ്ങൾക്ക് ഒരു ദിവസം മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ കിട്ടുള്ളൂ. ആ ഒരു രീതി മാറണം. ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ ഉള്ളിനകത്ത് പ്രകാശമുണ്ട്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. നിങ്ങൾക്ക് ആരുടെയെങ്കിലും പ്രകാശത്തിലൂടെ ഞാനിവിടെ വന്നോട്ടെ എന്ന് പോകാം. നിങ്ങളൊന്ന് എനിക്കൂടെ ഒന്ന് ലൈറ്റ് അടിച്ചു തരൂ, ഞാനിവിടെ നിങ്ങളോട് സഞ്ചരിക്കട്ടെ. ആ രീതി കളയണം കേട്ടോ. ആ രീതി മാറണം. എന്റെ സ്റ്റുഡൻസ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പാടില്ല. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്റെ ഫാമിലി, നിങ്ങൾ എല്ലാവരും. ആ രീതി അതിനുവേണ്ടി അല്ല ഞാൻ നിങ്ങൾ ക്ലാസ്. നിങ്ങൾ ഡെയിലി ബേസ്ഡ് മോട്ടിവേഷന് വേണ്ടി അല്ലെങ്കിൽ വീക്ക്ലി ബേസ്ഡ് മോട്ടിവേഷന് വേണ്ടി അല്ല ഈ ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾ സബ്ജക്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതെടുത്ത് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിന്റെ സഹായം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എഫർട്ട് ഇട പോലും വേണ്ടെന്നേ. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ഷൻ എടുക്കും. നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കണം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഫാമിലി ലൈഫും നല്ല രീതിയിൽ കൊണ്ടുപോകണം, എങ്ങനെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നിങ്ങൾ ഗൈഡ് ചെയ്യണം, നിങ്ങൾക്ക് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വാല്യൂ കിട്ടണം, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരും. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് മുന്നിൽ നിങ്ങൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഇടയിൽ, നിങ്ങളുടെ കൊളീഗ്സിന്റെ ഇടയിൽ, അതൊക്കെ ഒരു ഡെയിലി മോട്ടിവേഷന്റെ ഭാഗമായിട്ടല്ല ഇത്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഉള്ളിനകത്തുണ്ട് ആ പവർ മുഴുവനും. അത് പുറത്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ തിരിച്ചറിയാനുള്ളത്. അല്ലാതെ നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ, എനിക്ക് ഇന്ന എഴുതി വെച്ചിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ, ഇത് ഇങ്ങനെ ചെയ്യണം, എനിക്ക് കിട്ടണം, അത് കിട്ടി, ഇനി അടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യും? മാനിഫെസ്റ്റേഷൻ ഇല്ലാത്ത ബാക്കി ടെൻഷൻ, ഫുൾ ടൈം ടെൻഷൻ അടിച്ചിറങ്ങണം. അങ്ങനെ അതിനുവേണ്ടിയല്ല നമ്മൾ ഈ ഭൂമിയിലേക്കുള്ള ഈ മനുഷ്യനായിട്ട് ഇവിടെ ഉള്ളത്. ആ ലെവലിൽ ചിന്തിക്കാൻ ഓരോരുത്തരും കഴിയണം. മാനിഫെസ്റ്റേഷൻസ് വേണം, ലൈഫിൽ ഓരോ കാര്യങ്ങൾ നേടണം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ലൗകികമായ സുഖങ്ങൾ നമുക്ക് വേണം തീർച്ചയായിട്ടും. പക്ഷെ അത് നേടുന്നത് വേണ്ടി മാത്രമല്ല, നമ്മളെന്ന് പറഞ്ഞാൽ ആ ഒരു ലൗകികമായ പവറിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിനകത്തുള്ള പവറിനെ പുറത്തെടുക്കണം. അതിനൊരു ഹയർ വൈബിലേക്ക് എത്തിയാലേ പറ്റുള്ളൂ. ആ ഹയർ വൈബ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് മറയ്ക്കപ്പെട്ടു പോയതാണ്. ആ മറയ്ക്കപ്പെട്ടതിനെ ഒന്ന് പുറത്തെടുക്കുക. അതിന് നിങ്ങൾക്ക് ചില രീതികൾ പറഞ്ഞു തരും, അത്രേ ഉള്ളൂ. അതിന് കഠിനാധ്വാനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പലർക്കും ഒരു പേടി, പ്രാക്ടീസുകൾ ധാരാളമായിട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും, അങ്ങനെയൊന്നുമല്ല. നമ്മളൊന്ന് കറക്റ്റ്, നമ്മൾ തെറ്റുകളായ പാതയിലൂടെ നടക്കുന്നതിന് പകരം ശരിയായ പാതയിലൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റായ പാതയിലൂടെ ചെളിയിൽ ചവിട്ടി നടക്കരുത് എന്ന് പറയുമ്പോൾ, ചെളിയിൽ ചവിട്ടി നടക്കാതിരുന്നാൽ കാലിൽ അഴുക്ക് പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ആ ചെളിയിൽ ചവിട്ടി നടന്ന് നമുക്ക് അറിയാതെ ചെളിയിൽ ചവിട്ടി നടക്കുന്നവര് അങ്ങനെയല്ല, കൃത്യമായിട്ട് നടക്കും. അപ്പൊ നിങ്ങൾക്ക് വൃത്തിയായിട്ട് നടക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ, അതുപോലെയാണ് നമ്മൾ അറിവില്ലാതെ കർമ്മദോഷങ്ങൾ ധാരാളമായിട്ട് പ്രപഞ്ച നിയമങ്ങളോട് തെറ്റിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സില്ലിയം തോന്നുന്ന തെറ്റുകളാണ് ചെയ്യുന്നത്, പക്ഷെ വലിയ ബ്ലോക്കുകളാണ് ലൈഫിനകത്ത് അത് വരുത്തുന്നത്. നമ്മൾ വളരെ സില്ലിയായിട്ട് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ മോഹിക്കുക, മറ്റുള്ളവരുടെ പിന്നെ റിലേഷൻഷിപ്പ് മോഹിക്കുക, ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കുക. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നോർമൽ അല്ലേ, ഇതൊക്കെ സിനിമയിലൊക്കെ നോർമൽ അല്ലേ. ഇതൊക്കെ അല്ല. ഒരുപാട് കർമ്മദോഷങ്ങളും ഒരുപാട് വയലേഷൻസ് നടക്കുന്നുണ്ട്. ഈ വയലേഷൻസ് നമ്മുടെ ഉള്ളിലെ ഈ ലഭിക്കേണ്ടതായ പ്രകാശത്തിനെ തടയുന്നുണ്ട്. നല്ല വലിയ പ്രകാശത്തിൽ കൊണ്ട് നടക്കേണ്ട നമ്മൾ മെഴുതിരി വെട്ടത്തിലേക്ക് ചുരുങ്ങിപ്പോകാൻ നമ്മൾ അറിയാതെ ചെയ്യുന്ന നമ്മുടെ പല പ്രവൃത്തികളും കാരണമായി മാറുന്നുണ്ട്. അതാണ് ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഓരോരുത്തരും എത്തേണ്ടത്. അല്ലാതെ എന്നിട്ട് എങ്ങനെയാണോ നടക്കുക, എന്നിട്ട് മാനിഫെസ്റ്റേഷന് വേണ്ടി ചില പ്രാക്ടീസുകൾ ചെയ്താൽ ഈ പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല. പറയൂ, ആർഷ പറയും. സർ, ഞാനൊരു എക്സ്പീരിയൻസ് പറയാന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ എല്ലാ ക്ലാസ്സസ് പോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഫാഷൻ ഫീൽഡ്. അപ്പം നമുക്കൊരു ഡെസിഷൻ എടുക്കുമ്പോൾ, ലൈക്ക് ഏത് ഷൂട്ട് നമുക്ക് തിരഞ്ഞെടുക്കണം, അല്ല ഏതുന്ന വ്യക്തികൾ വരുന്ന സമയത്തൊക്കെ ഒരു ഡെസിഷൻ മേക്ക് ചെയ്യാൻ, ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ അത്രയും നല്ല ആൾക്കാർ മാത്രമേ നമ്മളെ അടുത്തേക്ക് വരുള്ളൂ. അങ്ങനത്തെ ഒരു ഇതെനിക്ക് മിക്കവാറും ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾ വേറെ മോഡൽസ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ അവരൊരു എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ അത്ഭുതവും, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ടോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ഈ ഒരു ക്ലാസ്സസും പ്രാക്ടീസസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ അടുത്തേക്ക് വരുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം, ഒരു എക്സ്പീരിയൻസ് പോലെ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് പ്രാക്ടീസസ് കൃത്യമായി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
താങ്ക് യു ഹർഷ, താങ്ക് യു സോ മച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് വൈബ് താഴ്ന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വൈബിനനുസരിച്ചുള്ള ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. അപ്പൊ അതിനകത്ത് മോശപ്പെട്ട ആളുകളും ഉണ്ടാകാം, പല രീതിയിലുള്ള ആളുകളുണ്ട്. ആ വൈബ് ഓവർ വൈബ്. അപ്പൊ നമ്മൾ വൈബ് ഉയരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ തരാത്ത ആളുകൾ, നമ്മളെ സഹായിക്കുന്ന, നമുക്ക് സപ്പോർട്ട് ആവുന്ന, നമ്മളെ ഉയർന്ന ലൈഫിലേക്ക് പോകാൻ സഹായിക്കുന്ന ആളുകൾ മാത്രമേ നമുക്ക് ലൈഫിലേക്ക് എത്തുള്ളൂ. അത് സ്വാഭാവികമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ലോ ഓഫ് വൈബ്രേഷൻ, അത് പ്രപഞ്ച നിയമമാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നിങ്ങൾ ആ നിയമത്തെ ഒന്ന് വിശ്വസിക്കൂ. ലോ ഓഫ് അട്രാക്ഷൻ അല്ലല്ലോ നിങ്ങൾ ഫോളോ ചെയ്യണം, ലോ ഓഫ് വൈബ്രേഷൻ ആണ്. ലോ ഓഫ് വൈബ്രേഷൻ ആണ് പവർഫുൾ ആയ നിയമം. ആ വൈബിനെ ഉയർത്തണം. ആ വൈബിനെ ഉയർത്തുമ്പോൾ ഇതെല്ലാം വരും. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കാവും. നിങ്ങൾ അതിന് പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, അത് വർക്ക് ആയിക്കോളൂ. പക്ഷെ വർക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേടാൻ ശ്രമിക്കേണ്ടതും കൃത്യമായി ഫോളോ ചെയ്യാനുള്ളതും ലോ ഓഫ് വൈബ്രേഷൻ ആണ്. നമ്മുടെ സ്വന്തം വൈബിനെ ഉയർത്താൻ. അത് വൈബ് താഴ്ന്നു പോകുന്നതിൽ പലപ്പോഴും നമ്മുടെ പ്രപഞ്ച നിയമങ്ങളുടെ ലംഘനങ്ങളുടെ ഭാഗമായിട്ടല്ല നമുക്ക് വൈബ് താഴ്ന്ന. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ വൈബ് താഴ്ന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോഴും ഇടുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും എല്ലാം വൈബ് താഴ്ന്നു പോകുന്നുണ്ട്. ഈ ലോ വൈബും ഞാൻ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഓടി നടന്ന് നെഗറ്റീവ് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ഒരു ആളുകൾ അങ്ങോട്ട് വെറുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് കമന്റ് ഇട്ടും വഴക്കും കൂടി പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് കുത്തി നോവിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളുടെ ഉള്ളിനകത്ത് വൈബ് താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരായിരിക്കും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ബിസിനസ്സിൽ ആ വൈബ് താഴുമ്പോൾ അവരുടെ സറൗണ്ടിങ്സ് ആ വൈബിനനുസരിച്ച് മാറുന്നുണ്ട്. അതൊരു മനസ്സിലാക്കുന്നില്ല. അതിനനുസരിച്ച് അവരുടെ ലൈഫിനകത്ത് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്, അവരുടെ ബിസിനസ്സിനകത്ത് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, അവരുടെ ജോലി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി കിട്ടാതെ പോകുന്നുണ്ട്, അവരുടെ ജോലിയിൽ താഴ്ച ഉണ്ടാകുന്നുണ്ട്. അവർ ഈ കടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ വാക്കുകളെ സൂക്ഷിക്കണം, ചിന്തകളെ സൂക്ഷിക്കണം. ഇതെല്ലാം നമ്മുടെ നിയമങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ വൈബ്രേഷൻ സ്വാധീനിക്കുന്നുണ്ട്. അത് കമന്റ് ഇട്ടാലും ശരി, ഒളിച്ചിരുന്ന് കമന്റ് ഇട്ടാലും ശരി, ഫേക്ക് ഐ ഡി ഇരുന്ന് കമന്റ് ഇട്ടാലും ശരി, ഞാൻ ആരും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇല്ല, നിങ്ങളെ മനസ്സിൽ നിന്നാണ് അത് പോകുന്നത്. നിങ്ങളെ ഉള്ളിനെ അത് ഇടിച്ച് താഴ്ത്തുന്നുണ്ട്. ആ ഇടിച്ച് താഴ്ന്ന ആ താഴ്ന്ന വൈബ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ താഴ്ന്ന വൈബിലുള്ള ആളുകൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് വരും. അപ്പൊ പിന്നെ ആ സാഹചര്യത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ സാഹചര്യം ഉണ്ടാക്കിയ ആളുകളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മുൻകൂട്ടി ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ആ ലോ വൈബിന്റെ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത്. ഈ രീതിയിൽ നമ്മൾ ഈ സബ്ജക്റ്റിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. ഈ സബ്ജക്റ്റ് നമ്മൾ ഈ ഒരു ഡിവൈൻ ഓരോ വാക്കുകൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ അത് വൈബിനെ ഉയർത്തുന്നുണ്ടോ താഴ്ത്തുന്നുണ്ടോ എന്ന് നമ്മൾ അവെയറായി ബോധമാണ്. ഞാൻ അതാണ് ഒരു കോട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്. നമ്മളൊരു മനുഷ്യൻ, ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞായിട്ട്, അതായത് ഒരു മനുഷ്യൻ യഥാർത്ഥ ശക്തനും യഥാർത്ഥ ജ്ഞാനിയുമായി മാറുന്നത് അവൻ പ്രപഞ്ച നിയമങ്ങളെ ഭയപ്പെട്ടു തുടങ്ങുമ്പോഴാണ്. ഭയപ്പെടുക എന്നുള്ള വാക്കുകൾ മനസ്സിലായല്ലോ. പ്രപഞ്ചം ഇങ്ങനൊരു നിയമമുണ്ട്, ഞാനിത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് എന്റെ ലൈഫിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് വിശ്വസിച്ചിട്ട് അത് പറയാതെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആളാണ് യഥാർത്ഥ ശക്തൻ. യഥാർത്ഥ ജ്ഞാനിയും അവനാണ്. പ്രപഞ്ച നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കി നടപ്പിലാക്കുന്ന വ്യക്തി. താങ്ക് യു ഹർഷ, താങ്ക് യു സോ മച്ച്. ഷിജാദ് പറയൂ. കഴിഞ്ഞ 2024 ഉണ്ടായതാണ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ക്ലാസ്സിലല്ലേ? 1 year ആയല്ലോ. ഏകദേശം എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ നിർത്തൂ. ഓക്കെ, ഓർമ്മയുണ്ട്. ഓക്കെ, അതായത് ഞാന് സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളം പ്രാക്ടീസുകളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് നല്ല ഹയർ വൈബ് കിട്ടിയിരുന്നു നന്നായിട്ട്. പക്ഷെ ആ വൈബ് കിട്ടിയതോട് കൂടിയിട്ട് ഞാൻ മെല്ലെ മെല്ലെ ക്ലാസ്സിലെ പ്രാക്ടീസുകൾ കുറച്ച് ക്വിറ്റ് ചെയ്തു. പക്ഷെ കുറച്ച് കഴിയുമ്പം, അതായത് ഈ 1 വർഷത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അതായത് ഒരു 2 മാസത്തോളം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റിവിറ്റിയും എല്ലാമായിട്ട് മിക്സ്ഡ് ആയിട്ട്, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് നിന്ന് ക്വിറ്റ് ആയതാണ്, അതായത് പ്രാക്ടീസ് നിന്ന് ക്വിറ്റ് ആയതാണ് എനിക്ക് പ്രശ്നം വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളെടുത്തു. അപ്പൊ ഞാൻ ഇന്ന് പ്രദീപ് സാറിനെ വിളിച്ചപ്പോൾ അത് ഷെയർ ചെയ്തിരുന്നു. സാറിനൊരു വാട്സപ്പ് ഓഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കുമ്പം അതിലും കൂടി കുറച്ചും കൂടി ബെറ്റർ ഇതാവുമ്പം എല്ലാവർക്കും അതൊരു എക്സ്പീരിയൻസ് ആയി മാറും. ഇപ്പൊ ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തപ്പം, മീൻസ്
ഹയർ വൈബിലേക്ക് എത്തി. മാത്രമല്ല കാര്യങ്ങളെല്ലാം ഒരു ഹയർ വൈബ് പ്രത്യേക ഒരു ഫ്രീക്വൻസിയിലേക്ക് വരാൻ വേണ്ടി പറ്റി. പെട്ടെന്ന് ക്വിറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ നെഗറ്റിവിറ്റിയിലേക്ക് മാറുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ തന്നെ മനസ്സിലാക്കി അന്നൊരു ഹയർ വൈബ് ഉണ്ടായി, പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഇല്ല എന്നുള്ളതിലേക്ക് ചിന്തിച്ചപ്പം ഈ ക്ലാസ് ഒന്നുകൂടി സാറിന്റെ എഴുതി തന്ന നോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഒന്നുകൂടി ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പം ഇതേ വൈബിലേക്ക് തിരിച്ചെത്താൻ പറ്റി. അപ്പൊ ആ വൈബിന്റെ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നു, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട്. സാർ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റിയിലുള്ള ആൾക്കാരൊന്നും നമ്മുടെ അടുത്തേക്ക് അടുക്കുന്നേ ഇല്ല, എക്സെട്ര എക്സെട്ര. അത്ര താങ്ക് യു സോ മച്ച്. ഞാൻ ക്ലാസ്സുകളിൽ നിങ്ങൾ എടുത്തു പറയുന്നതാണ്, നമുക്ക് മനുഷ്യ സഹജമാണത്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ എന്താ പറയുക, ഈ ഒന്ന് തല ഉയർത്തിന്ന് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിനൊക്കെ ഒന്ന് അലസമാവുക എന്നുള്ളത്. അലസമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വെളിച്ചവും കുറയും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിലേക്ക് എത്തിച്ച് ആ സിസ്റ്റത്തിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് തന്നെ നിലനിർത്തുന്നവർക്ക്, ക്ഷമയോടെ നിൽക്കുന്നവർക്ക് എല്ലാ കാലവും അത് അസറ്റ് ആണെന്നുള്ളത് എന്റെ സ്റ്റുഡൻസിനെ സാക്ഷ്യപ്പെടുത്തുന്ന പോയിന്റ്. താങ്ക് യു സോ മച്ച് ജിൽസമ. സാറേ നമസ്കാരം സാർ. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയട്ടെ സാറേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മുടെ പാപബോധത്തെ പറ്റിയുള്ള ഒരു ധാരണ, ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ വൈബ് ഉയരുന്നതാണ്, ഒറ്റ വാക്ക് തന്നെ അത് വൈബ് ഉയരുന്നത് താഴുന്നതാണ് നമ്മുടെ പാപം എന്നുള്ള സാറിന്റെ ആ പറഞ്ഞു തന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഒരു തിരിച്ചറിവായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന, ദൈവമേ എന്നിലേക്ക് അടുക്കണമേ, എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആഴങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പ്രാർത്ഥിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആഴത്തിലേക്ക് പോകാൻ ഒരിക്കലും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ സാറന്ന് പറഞ്ഞു തന്നതിന് ശേഷം അത് ശരിക്കും ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റിയിരുന്നു. താങ്ക് യു സാർ. അതുപോലെ തന്നെ നമ്മുടെ വൈബ് ഉയരുന്നതും താഴുന്നതും ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെയൊക്കെയും ജീവിതത്തിൽ ഒരുപാട് നല്ല വശങ്ങൾ, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും നമുക്കൊരിക്കലും അതിനെ ഭയങ്കര തൃപ്തിയോടെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കൂടുതലും സങ്കടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയതിനു ശേഷം കൂടുതലായിട്ട് നമ്മൾക്ക് കിട്ടുന്ന നല്ല വശങ്ങളുടെ നല്ലതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും, സങ്കടങ്ങൾ വരുമ്പോൾ സാരമില്ല, അത് നമ്മുടെ ഒരു ആ വൈബിന്റെ കുറവ് കൊണ്ട് വരുന്നതാണെന്നുള്ള ഒരു തോന്നലിലേക്ക് വരാനും പറ്റി എന്നുള്ളത് സാറിന്റെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുടെ മാത്രം പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോധതലത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. മാത്രമല്ല ഇപ്പം മാനിഫെസ്റ്റേഷനെ പറ്റിയൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക വശങ്ങളെ പറ്റി എനിക്ക് നല്ല വിഷമങ്ങൾ ഉണ്ടായിരുന്നു. സാറിന്റെ പ്രാക്ടീസ് പ്രോസ്പെക്റ്റ് ക്ലാസ്സിന് ചേർന്നതിന് ശേഷമാണെങ്കിലും അത് മനസ്സിൽ നന്നായി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒട്ടും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. എന്റെ മനസ്സിൽ അങ്ങനത്തെ പ്രശ്നങ്ങളേ വരുന്നില്ല. അതൊക്കെ വഴിയാതെ നടന്നോളും എന്നുള്ള ചിന്തയിലേക്ക്, ഭയങ്കരമായ ഒരു വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റി എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സാറിനോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ജിൽസമ. താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു മോട്ടിവേഷന് വേണ്ടി എന്റെ ക്ലാസ്സിൽ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എനർജിക്ക് വേണ്ടി വരാം. തീർച്ചയായിട്ടും മോട്ടിവേഷൻ കിട്ടാൻ, മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടണം. ഓരോരുത്തരും സെൽഫ് മോട്ടിവേറ്റഡ് ആയി മാറാൻ തക്ക വിധം പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ഇല്ലുമിനാറ്റീസ് ആക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പറയുന്നത് ഈ മനസ്സിലായി, ഇല്യൂമിനേറ്റഡ് പീപ്പിൾ ആക്കി മാറ്റുക. ഇല്യൂമിനേറ്റഡ് എന്ന് പറയുന്ന വാക്കിന് കൃത്യമായിട്ടൊരു അർത്ഥമാണ്. ഉള്ളിൽ പ്രകാശം പൂരിതമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ മറ്റൊരു ഹയർ വേർഷൻ ഇല്യൂമിനാറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ദീപമുണ്ട്. ആ ദീപത്തിന്റെ പ്രകാശം മറയ്ക്കപ്പെട്ടതാണ്. ആ ദീപം എന്ന് പറഞ്ഞാൽ ഡിവൈനിന്റെ, അതായത് എന്താ പറയുക, ദൈവത്തിന്റെ യൂണിവേഴ്സൽ പവർ, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ആ പവർ ഉണ്ട്. ആ പവർ മറയ്ക്കപ്പെട്ടു പോയി. ആ മറയ്ക്കപ്പെട്ടതിന്റെ അല്പം പ്രകാശം മാത്രമേ കിട്ടുന്നുള്ളൂ. ആ പ്രകാശത്തെ എത്രത്തോളം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നോ, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നോ, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇല്യൂമിനേറ്റഡ് ആയി മാറും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പവർഫുൾ ആയി വരും. നിങ്ങൾക്ക് സകലം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ സ്വയം ചെയ്തോളും നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അവിടെ നമ്മൾ തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ട, സ്ട്രാറ്റജി ഔട്ടർ വേൾഡിൽ നിങ്ങളെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണമെന്നോ, നിങ്ങളെ തൊഴിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നോ, കരിയറിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നോ, റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണമെന്നോ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. പ്ലാനിങ്ങേ പാടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്പയർഡ് ആക്ഷൻ ആയിട്ട് വരും. അത് നിങ്ങൾ തന്നെ എടുക്കുക. അതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. ഇൻസ്പയർ ആയിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ഷൻ നിങ്ങളെ കൊണ്ടെടുപ്പിക്കും. നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല.
ബുദ്ധിമുട്ടേണ്ടിയേ വരില്ല. നിങ്ങൾ കഷ്ടപ്പാടെന്ന് പറയുന്ന സംഗതി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യും, പക്ഷെ നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് ഹാർഡ് വർക്ക് ഒന്നും ബാക്കിയുള്ളവർക്ക് തോന്നും, നിങ്ങൾക്ക് തോന്നൂല. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ലാഭമില്ലാതെ കഷ്ടപ്പെട്ട് അത് നിങ്ങൾ ഇഷ്ടമില്ലാത്ത ജോലി അത് നിങ്ങൾ വേൾഡ് ലൗകികമായ ഇഷ്ടത്തെ അല്ലെങ്കിൽ വൈബ് താഴ്ന്നു നിൽക്കുമ്പോഴാണ് കഷ്ടപ്പാട് വരുന്നത്. വൈബ് ഉയർന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് അല്ല, എന്താ പറയുക, പുത്താലം കയ്യിൽ എന്ന പോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന കാര്യമാണത്. ഈ നമ്മുടെ ജോലികളും വർക്കുകളും എല്ലാം ആ രീതിയിലാണ് നിങ്ങൾ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാനുള്ളത്. ആ രീതിയിലേക്ക് ഓരോ വ്യക്തികളുമായി മാറുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവരും ആ രീതിയിലേക്ക് പവർഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടോ തന്നെ അതാണ്. താങ്ക് യു സോ മച്ച്. മോളി പറയൂ. മോളി. നമസ്തേ. നമസ്തേ. ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. കുറെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ഒത്തിരി ക്ലാസ്സുകൾ സാറിന്റെ ക്ലാസ്സിൽ ചേരുന്നതിന് മുന്നേ തന്നെ സാറിന്റെ ഒരുപാട് വീഡിയോസ് കേട്ടിട്ടുള്ള അറിവുകൾ, പിന്നെ സാറിന്റെ ക്ലാസ് കൂടി സാറിന്റെ പ്രാക്ടീസുകളിലൂടെ കടന്നുപോയി. അതിനുശേഷം ഇപ്പോൾ സാർ എടുക്കുന്ന ഈ ഒരു പാത്വേ പ്രോസസ്സിന്റെ ക്ലാസ്സുകളാകട്ടെ, വെബിനാറുകളാകട്ടെ, ഇങ്ങനെ ഓരോന്നിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ സാറ് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് വളരെ കോൺസെൻട്രേഷനോട് കൂടി മനസ്സിലാക്കാനും പറ്റാറുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ അതെല്ലാനും അറ്റ് എ ടൈം ഇതെല്ലാനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായ ഒരു കാര്യം, വളരെ താല്പര്യത്തോടു കൂടി ഈ കാര്യങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇതെല്ലാം ഉള്ളിൽ നല്ലവണ്ണം പതിയുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇൻസ്പയർഡ് ആക്ഷനിലേക്ക് നമ്മൾ താനേ പതിയെ വരുന്നതായിട്ട് എനിക്ക് അനുഭവം വരുന്നു പോകെ. ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മൾക്ക് എന്താണ് ഒരു നിമിഷത്തിൽ വേണ്ടതെന്ന്. ഇപ്പോൾ സാറ് നമ്മളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻസ് നിങ്ങൾ ഉണ്ടാക്കൂ. അപ്പോൾ ഓരോ ഇപ്പം ലൈഫിൽ നമ്മൾക്ക് നല്ല അനുഭവങ്ങളും മോശാനുഭവങ്ങളും ഉണ്ടാവും. ജിൽസമ്മ മാഡം പറഞ്ഞതുപോലെ ഇപ്പം മോശം വശങ്ങളിലേക്ക് നോക്കുകയോ അതിനെക്കുറിച്ച് പരാതി പറയുകയോ ചെയ്യുന്ന ആ ഒരു പോർഷനേ ലൈഫിലില്ല. മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ലൈഫിൽ വന്നാൽ തന്നെ ഉടനെ തന്നെ മനസ്സിൽ തോന്നുന്നത് അതിൻ്റെ ഒരു കോസ് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു കോസിനെ ഞാൻ എൻ്റെ ഉള്ളിൽ അതിനെ നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കാത്ത വിധത്തിൽ എൻ്റെ ഉള്ളിലുള്ള ഒരു കോസിനെ ഞാൻ വിട്ടുകളയുന്നു എന്ന രീതിയിൽ അഫർമേഷൻ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ നല്ല ഒരു ഉയർച്ച, സെൽഫിന് നല്ലൊരു ഉയർച്ച എനിക്ക് ഫീൽ ചെയ്യുന്നു. അതനുസരിച്ച് സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്യപ്പെടുന്നു. സാറിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ പീപ്പിൾ ആർ മേക്കിംഗ് ലോസ് ടു പേ അസ് മോർ. അത് റീസെൻ്റ്ലി വന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ്. പീപ്പിൾ ആർ മേക്കിംഗ് ലോസ് ടു പേ അസ് മോർ. സംബഡി ഈസ് സ്ട്രൈക്കിംഗ് ഫോർ അസ് ടു സ്റ്റാൻഡ് ഫോർ അവർ റൈറ്റ്സ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ആണ്. ദ ഹോൾ സിസ്റ്റം ഈസ് സംഹൗ മെയ്ഡ് ഫോർ അസ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഫോറായിട്ട് അറേഞ്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രാക്ടീസിൽ ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ സാറിനറിയാം, ഞങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റി വിട്ടുകളയുന്ന ഒരു പ്രാക്ടീസ് പറയുമ്പോൾ എന്താ അതിന് കറക്റ്റായിട്ട് പറയുന്നത്, നമ്മൾ എൻ്റെ നെഗറ്റിവിറ്റി ഞാൻ വിട്ടുകളയുന്നു, എൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകളയുന്നു. ആ ഒരു പോർഷൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുകയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് വളരെ കറക്റ്റായിട്ട് അതിന് അഫർമേഷൻസ് ഫോം ചെയ്യാൻ സാധിക്കുന്നു. പോകെ അത് കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു കാര്യം ഞാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിന്തിച്ചിരുന്നില്ല. ഇറ്റ് ക്യാൻ ഡൈവേർട്ട് ടു ഈ ഒരു എക്സ്റ്റെൻഡിലേക്ക് വരാൻ സാധിക്കും എന്ന് അന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ പോകെ അത് വളരെ റൂട്ടഡ് ആയിട്ട് ഉള്ളിൽ വരുന്നു. അതിൻ്റേതനുസരിച്ച് ലൈഫിൽ നല്ല എക്സ്പീരിയൻസ് വരുന്നു. നല്ലൊരു വൈബ്രേഷനിൽ ഇരിക്കാൻ സാധിക്കുന്നു. എല്ലാ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പലരും നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടൊരു വീക്ഷണവും ഒരു ഹെൽപ്പും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത് നല്ല ഒരു ഭയങ്കര മുതൽക്കൂട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ സാറിന് ഒരുപാട് നന്ദി. ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം. ഇത് നമ്മുടെ കൂടെ നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മളോടൊപ്പം വരും. അത്രയ്ക്ക് വലിയ അറിവുകളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളി, താങ്ക് യു സോ മച്ച്. ഡിവൈൻ വിസ്ഡമാണ് മോളി ജസ്റ്റ് എൻജോയ് ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ അത് അങ്ങനെയാണ് വരുന്നത്. ക്രമേണ നമ്മളത് ക്ഷമ വേണം. കുറച്ച് നാൾ നമ്മൾ ക്ഷമയോടുകൂടി അത് ഇത്രയും നാള് അലസമാക്കി നട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ക്ഷമ വേണം. അല്ല നമ്മൾ അതുപോലെ തന്നെ ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് വരുമ്പോൾ അവർ നേരത്തെ ഷിജാദ് പറഞ്ഞതുപോലെ നിർത്തിപ്പോകാനുള്ള, ഞാൻ അത് ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് പറയുന്ന ടെംപ്റ്റേഷൻ കാണിക്കും. അന്നല്ലാതെ നമ്മൾ ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് മോളി ഒരു 9-10 മാസം പോലും ആയി കാണുന്നു ക്ലാസ്. ഈ ഒരു സമയം കൊണ്ട് നല്ലൊരു ലെവലിലേക്ക് എത്തി. അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. നമ്മളൊരു പുതിയ നമ്മുടെ ബിൽഡിംഗ് ആണ് ഉള്ളില്. അത് ആ ഒരു ബിൽഡിംഗ് ആണ് നടക്കുന്നത്. ആ ഒരു ബിൽഡിംഗ് ആണ് ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇതുവരെ ഉള്ളതിനെല്ലാം മെല്ലെ ഉതിർത്ത് കളഞ്ഞിട്ട് പുതിയ ഒരു ആളെ നമ്മൾ സൃഷ്ടിച്ച് ആ ആളെങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളെ ലൈഫ് മിറർ ബാക്ക് ചെയ്ത് കാണിക്കും. നമ്മളിപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആരെയോ അത് നിങ്ങളെ തിരിച്ച് കാണിക്കുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ ഈ ഉള്ളുകൊണ്ട് ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ജീവിതം നമ്മളെ തിരിച്ച് ആ കണ്ണാടി വെച്ച് കാണിച്ചു തരും എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് പെർമനന്റും ആയിരിക്കും. ചെറിയൊരു മെയിൻ്റെനൻസ് മാത്രം മതിയാവും. നിങ്ങൾക്ക് ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല മെയിൻറ്റെയിൻ ചെയ്യും. താങ്ക് യു സോ മച്ച് മോളി, താങ്ക് യു സോ മച്ച്. ഷിജി പെട്ടെന്ന് പറയാം, നമുക്ക് ആർക്കും ലീവ് ചെയ്യാൻ പെട്ടെന്ന് പറയാം ഷിജി. സാർ നമസ്കാരം. ഷിജി, ഞാൻ 29ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. വോർട്ടെക്സിന് മുമ്പും ശേഷവുമുള്ള വ്യത്യാസം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ കുറച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ഒരു ഏരിയ പ്രത്യേകമായിട്ട് എടുത്തിട്ട് ആ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വോർട്ടെക്സിൽ വന്നത്. പക്ഷെ സത്യം പറഞ്ഞ അടിമുടി മാറ്റി കളഞ്ഞു. ഇപ്പൊ എന്ത് പ്രശ്നത്തിലാണ് ഞാൻ സാറിനെ സമീപിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ആ പ്രശ്നം അവിടെ എവിടെയോ പോയി കിടക്കുകയാണ്. അതിനെ കുറിച്ച് ബോധേഡേ അല്ല. അതെനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായതാണ്. ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് എല്ലാ പ്രശ്നങ്ങളെയും സമീപിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും അതിനെ വളരെ ശാന്തതയോടെയും സമചിത്തതയോടെയും സമീപിക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ട്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഒന്നും വർത്താനൊന്നും പറയാതെ മനസ്സിൽ ശാന്തമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത് ഞാൻ, അതിന് ഇങ്ങനെയാണ് സംഭവം എന്ന് നമുക്ക് തന്നെ ഉള്ളുന്ന ഒരു സെൽഫ് ടോക്ക് വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പോ മാനിഫെസ്റ്റേഷൻ ഞാൻ വിട്ടു. നല്ല രീതിയിൽ മാറ്റമുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷിജി, താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പൊ നമുക്കൊരു വിഷയം ലൈഫിനകത്ത് വരുന്നത്, നിങ്ങളൊരു പെയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ഒന്നുകിൽ നിങ്ങളൊരു ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങളൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു വിസ്ഡത്തിൽ ഒരു ഹയർ ആയിട്ടുള്ള വൈബിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിന് സൊല്യൂഷൻ തേടുമ്പോൾ സ്വാഭാവികമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള വഴിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടാകുന്നത്. ഷിജി, ആ ഒരു സബ്ജക്റ്റ് എനിക്കറിയാം. അത് നമ്മളൊന്ന് ഈ ലൈഫിന്റെ ചില പാഠങ്ങളൊന്ന് പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സ് ആ പ്രശ്നത്തിന് ഈസി ആയിട്ട് പരിഹാരമുണ്ട്. അത് ഷിജി ആ ഒരു ലേണിംഗ് പ്രോസസ്സിലാണ് കേട്ടോ. അത് കൃത്യമായിട്ടാണ് നടക്കുന്നത്. അതാണ് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. അത് തീർച്ചയായിട്ടും നല്ല റിസൾട്ടുമായിട്ട് വരും കേട്ടോ. നല്ല റിസൾട്ടുമായിട്ട് തന്നെ വന്ന് പറയുക എന്നുള്ള രീതി 100% ഉറപ്പാണ്. ക്ഷമയോടെ നിൽക്കുക കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള പാത്താണ് ഷിജി ഫോളോ ചെയ്യുന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. താങ്ക് യു സോ മച്ച്. നമുക്ക് 30 താങ്ക് യുവിന്റെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് ആണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീക്ക് ആണ് കേട്ടോ. താങ്ക് യു. Thank you, sir. Thank you so much. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much. Thank you, sir. Everybody.